ബാബു എനിക്കടാ ഒരു ദയ വിചാരിച്ചാ നിനക്ക് ഞാൻ ഇവിടെ സ്ഥലം തന്നത്. ഇങ്ങനെ കണ്ടവരെ പിടിച്ച് കിടത്തിയാൽ പാതയ്ക്ക് മഴയേറിയ പറഞ്ഞു വിടാ എല്ലാറ്റിനെ. മുതലാളി ഇപ്പൊ വരും. എനിക്കാ കൃഷ്ണൻ ചെട്ടിയാരുടെ പണി കഴിഞ്ഞോടാ? തീർന്നു. എന്നാലേ നീ ആ സൈക്കിൾ ഒന്ന് പഞ്ചർ അടപ്പിച്ചുകൊണ്ട് ഞാൻ കമ്പനിയിലുണ്ടാവും. മുതലാളിയോട് മൂപ്പൻ എന്റെ കാര്യം പറഞ്ഞു. നീ പറഞ്ഞ പണി ചെയ്യടാ ആദ്യം. കല്യാണിക്ക് എങ്ങനെയുണ്ട്? ഇന്നലെ ചോര കയറ്റിയിരിക്കുന്നു, കഴിച്ചിലാവും. ഓറ അകമ്പതിയല്ലേ, 4-5 മാസം വരെ പള്ളയും വീർപ്പിച്ചോണ്ട് നടന്നിട്ട് അവസാനം കലക്കാൻ പോയിരിക്കുന്നു. അതും നാടൻ മരുന്ന് കുടിച്ചിട്ടേ. എന്റെ ഈശ്വര, 1 മാസമായി പോയിട്ട്. ഇച്ചിരി എണ്ണ എനിക്ക് തരി. ജോലി തിരക്കുണ്ട്. അല്ലേ ചെറുപ്പക്കാരോട് നമ്മളോട് എണ്ണ ഇറക്കടാ. എന്റെ ഒക്കെ സമയല്ലേ. ഇന്നലെ ഇങ്ങോട്ട് കണ്ടതേ ഇല്ലല്ല. വിടണ്ടേ? മൂക്കറ്റം കുടിച്ച് 5-6 ആണുങ്ങള് തന്നെയോ? ഒന്നിനും ഇവിടെ കിട്ടാഞ്ഞിട്ട് മുടിഞ്ഞ വക എന്റെ എല്ല് വെള്ളാക്കിയിരിക്കുന്നു. അതിന് മാത്രം പൈസ എനക്ക് കിട്ടിയിട്ടുണ്ടാവും. അതും കൂടെ ഞാൻ പഹയം വാങ്ങി ശരിയാക്ക. പറഞ്ഞിട്ട് പിരിപ്പിക്കാൻ. ആശുപത്രി പോയി സൂചിക്കാൻ. ഓടെ ഒടുക്കത്തെ ഒരു സോക്കേട്. അന്നക്കുട്ടിയോ? അന്ന തൂറാൻ പോയി റെയിലിന്റെ വക്കത്ത്. അവറ്റ വന്നാലേ ബീവിന്റെ പുറയിലേക്ക് വരാൻ പറയും. എടി സൈനബ, ആരാ പുറത്ത് വന്നു നോക്കി? എനിക്ക് കൂടൂല. ആര്? ചാർലിയോ? നീ ശരിയാക്കായി കണ്ടോ? ഇല്ല. സാധനം കിട്ടിയില്ലേ? കിട്ടി. കഞ്ചാവിന്റെ കൂട്ടത്തിൽ കമ്പും മുരും ചേർത്താ തൂക്കി തന്നത്. എടുത്തു തരാം. പൊതിയാ. നീ എങ്ങോട്ടാടി? എടി എടി സൈനുബാനെ ഉമ്മ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? ഇല്ല, കേൾക്കില്ലെന്ന്. എന്താണ്? പൊതിയാ, തിരക്കണം. തിരച്ചാണി. എന്റെ മോക്ക് കുറച്ച് ഏറുന്നുണ്ട്. പൊട്ടിത്തെറിപ്പ്. ഓള് കുട്ടിയല്ലേ സീതക്ക? അത് എനക്ക്. പെണ്ണിനെ ഇങ്ങനെ ഊരി വിട്ടാല് വല്ലവണ്ടി ആലേച്ചെന്ന് കയറും. വിക്കണമെങ്കിൽ മുത്തിന് വിക്കണാടി, മുത്താറിക്കാകരുത്. മുത്തെന്ന് പറയാനല്ലാണ്ട് ഇതുവരെ ഒന്നിനും കണ്ടില്ലല്ലോ. ഉണ്ടടി, നിന്റെ മോക്ക് പറ്റിയ മുന്തി ഒരു പൈസക്കാരനെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അവിടെ നേരം വിളിക്കുമ്പോ തുടങ്ങും കച്ചവടം. ചെയ്താക്കയും കുറെ വാലത്തന്മാരും. അതിന് പിണങ്ങി പോന്ന എനിക്ക് ബസ്സിനിട്ട് പള്ളിയെ കാണണം. നിങ്ങളൊരു ചായ വാങ്ങിച്ചു തരൂ? വാങ്ങിച്ചാലോ? ഇനി അറിഞ്ഞ എന്റെ ഉമ്മ വഴക്കുണ്ടാക്കില്ലേ? എന്റെ ഉമ്മ നിങ്ങൾക്ക് പേടിയാ? നിക്കല്ല, നിന്റെ കാര്യം ഓർത്തിട്ടാ. അത് ഞാൻ നോക്കിക്കോളാം. എന്നാ നടന്നോ. എനിക്ക് പുട്ടും കറിയും വേണം. ഏറ്റു. ബാബു എങ്ങോട്ടാ? ഇവിടെ പുട്ടും കറിലേം തീറ്റിക്കാൻ. നീ വാ. അയ്യോ, എന്റെ കച്ചവടം മുടങ്ങും. പിള്ളേര് ക്ലാസ് കയറുന്നതിന് മുമ്പ് പിടിക്കണം. നിന്റെ സൈക്കിൾ എന്താ? അയ്യോ, ഇത് മൂപ്പന്റെ. 5 മിനിറ്റ് കൊണ്ട് വരാം. ഇവിടെ മൂപ്പൻ അവിടെ കാത്തിരിക്കാന്ന്. വിടറാ, നിന്റെ ഒരു മൂപ്പൻ. പഹയം പോണായിട്ടില്ലേ? നിങ്ങളുടെ ചെങ്ങായിമാരുടെ കൂട്ടത്തില് കുറച്ചെങ്കിലും കരുത്തുള്ളത് ഈ ചെക്കനാ. ഒന്നും അല്ലെങ്കിലും ഒരു പൊരയും കൂടി ഉണ്ടല്ലോ. അപ്പൊ പീടിയെ തന്നെ കിടക്കണ ഞമ്മളെ എനക്ക് പിടിച്ചില്ല. പിന്നെ ഓ കാണാനും മുഞ്ചുണ്ടല്ല എന്നെക്കാളും. ബാബേട്ടാ, പൊലക്കമ്മല് വർത്താനം പറയണ്ട. നാട്ടുകാര് പറയണ കേട്ടിട്ടില്ലേ? പെറ്റപാട് റെയിലുമേ വലിച്ചറിഞ്ഞ എന്നെ. തന്തയും തള്ളയും ആരാണെന്നറിയാതെ ഞാൻ ഈ തെരുവിൽ വളർന്നു. എനിക്ക് വീടും കുടിയൊന്നുമില്ല. ഇതെല്ലാം അറിഞ്ഞോണ്ട് നീ എന്തിനാ എന്റെ കൂടെ നടക്കണേ? എനിക്കിഷ്ടമുണ്ടായിട്ട് നിങ്ങൾ വരി. ഞാൻ പറഞ്ഞില്ല. എന്നാ വേണ്ട. പിണങ്ങാതെ മോളെ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. വേണ്ട. പാടി. എന്റെ കൈ. ഇന്ന് മൂപ്പൻ ദാസപ്പൻ മുതലാളിയുടെ കമ്പനിയിലേക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പണി സ്ഥിരപ്പെട്ട ഞാൻ ഒരു വരവുണ്ട് നിന്റെ ഉമ്മയുടെ അടുത്തേക്ക്. എന്തിനാ? പറയാം, വാ. തെരയില്ല. പൊതി വേണേ വാങ്ങിച്ചോണി. 2.50. ഇന്നലെ നീ 2 രൂപയ്ക്കല്ലേ വിറ്റത്? ഇന്നത്തെ റേറ്റാ പറഞ്ഞത്. വയനാട്ടിൽ ചൊരയിടിഞ്ഞപ്പോ കഞ്ചാവ് ചെടി മുഴുവൻ പോയി. എടോ, തന്നോട് ഇതുകൂടെ ഒന്ന് വിൽക്കരുത് പറഞ്ഞില്ലേ? ഇനി പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. അതിന് ഞാനിവിടെ വിൽക്കുന്നില്ലല്ലോ. മുമ്പ് കൊടുത്ത എന്റെ കാശ് പിരിക്കാനാ വന്നത്. ആരാ എനിക്ക് തരാനുള്ളത്? അത് സാറന്മാരാ കൂടുതലും. വീട് കൊള്ളാം, പക്ഷെ വാടക അല്പം കൂടുതലാണ്. ബോംബെയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിന്. അതൊന്നും എന്നോട് പറയണ്ട. ഒരു കാണിച്ചു തരാനാ എന്നെ പറഞ്ഞു വിട്ടത്. ഉടമ ആരാണെന്ന് അറിയാമല്ലോ. കള്ളക്കടത്തിന്റെ രാജാവാ ഖാൻ സാഹിബ്.
പറഞ്ഞ വാക്ക് മാറില്ല. വാടക തികച്ചു കൊടുത്തിരിക്കണം. ശരി. എങ്കിലും അഡ്വാൻസ് കൊണ്ടുപോവാ 750 രൂപ. പരിസരമൊക്കെ എങ്ങനെ? തൊട്ട വീട്ടിൽ 2 പെൺകുട്ടികളുണ്ടല്ലോ, ആണോ? ഏയ്, അത് ബാൻഡ് മാസ്റ്റർ ലാസ്റ്ററുടെ വീടാണ്. മോളെ ലീലാമേ, ഒരു ഗ്ലാസ് വെള്ളം. ഇതാണ് ലാസർ, ജോസിന്റെ അപ്പൻ. പുതിയ സാറാ. മകന്റെ ഫോട്ടോസ് വല്ലതും ഈ വീട്ടിലിരിപ്പുണ്ടോ? ഉള്ളതെല്ലാം ഇതുപോലെ സാറുമാര് പെറുക്കി എടുത്തോണ്ട് പോയി. കത്തുകളോ അയാൾ അയക്കാറില്ലേ? ഇല്ല, അവന്റെ ഒരു വിവരവും ഞങ്ങൾക്കില്ല. കളവ് പറയണ്ട, ഞങ്ങൾ അകത്ത് കയറി നോക്കും. എത്ര തവണ നോക്കിയാണ് സാർ, പലവട്ടം സ്റ്റേഷനിൽ വിളിപ്പിച്ചും ചോദിച്ചില്ലേ. ഓഹോ, തനിക്കതിൽ വിഷമുണ്ടല്ലേ? മകന് നാട്ടുകാരെ വെട്ടിക്കൊല്ല, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാം, ഞങ്ങൾക്കത് അന്വേഷിച്ചുകൂടാ അല്ലേ? മൂപ്പലെ, വിപ്ലവക്കാരന്റെ ജീവൻ പോലെ വിലപ്പെട്ടതാ പോലീസുകാരന്റെ. നിങ്ങളൊക്കെ ഏതാ? മാഷ ഇവിടെ വായിക്കുന്നവരാ. ഇവിടെ മറ്റാരൊക്കെയാ താമസം? എന്റെ ഭാര്യയും മക്കളും. ശങ്കരൻ നായരെ, സാർ, എല്ലാറ്റിനും തൂക്കിയെടുത്ത ഒരു ദിവസം സ്റ്റേഷനിൽ കൊണ്ടുവരണം. ശരി സാർ. ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വേണ്ട. ശരി സാർ. ഇവിടെ ഒന്ന് രണ്ടെണ്ണം വായിക്കേ. എന്തിനാ? തൊണ്ടയിലെ വെള്ളമൊക്കെ വറ്റിക്കാണ്. അല്ലടാ, നിന്റെ അപ്പൻ ലാസറുടെ തൊണ്ടയിലെ വെള്ളം പറ്റിയിട്ടില്ലാന്ന് നാട്ടുകാരെ അറിയിക്കാൻ. എങ്കിലും എല്ലാവരും ഒന്ന് കേറും. കയറുന്നുണ്ടല്ലോ മൂത്തവനെ അന്വേഷിച്ച പോലീസുകാർ. മോനെ, പോലീസുകാരെന്തു പറഞ്ഞു? എനിക്കറിയില്ല. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ എന്റെ ജോസുകുട്ടിക്ക് മനസ്സ് വരത്തില്ല. അവൻ ആളെ കൊന്നെന്ന്. ചുമ്മാ പറയുന്നതാണ് അമ്മച്ചി. എന്റെ മോന് വല്ലതും പറ്റി കാണുമോന്നാ. ഇങ്ങനെ വേണ്ടാത്തൊക്കെ ആലോചിച്ച് കിടന്നിട്ടാ അമ്മച്ചിയുടെ അസുഖം മാറാത്തത്. മാറും മോനെ, ഇനി അധികം ഈ കിടപ്പുണ്ടാവില്ല. കൊച്ചേട്ടൻ കുളിക്കുന്നില്ലേ? ആ, എന്തിനാ ചാർലി അപ്പനോട് അങ്ങനെ സംസാരിച്ചത്? ആ തെണ്ടിപ്പിള്ളേരോട് കൂട്ടുകൂടി നടക്കാതെ നിനക്ക് എന്തെങ്കിലും ഒരു ജോലി. പിന്നെ ചേച്ചി എടുത്തു വെച്ചിട്ടുണ്ടോ ജോലി? എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഈ വീട്ടിലെ സ്ഥിതി ഓർത്ത് പറയുന്നതാ. ഇപ്പൊ നീ ഈ ചെയ്യുന്ന കച്ചവടം കുറ്റമല്ലേ? ജോസേട്ടൻ കാരണം നാട്ടുകാർക്ക് മുഴുവൻ നമ്മളോടെടുക്കാൻ പേടിയാ. നീയും തുടങ്ങിയാലോ ഇതുപോലെ? വേറെന്താ വഴി? തിന്നണ്ടേ? അതുമാത്രം മതിയോ മോനെ? ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചാൽ? എന്റെ കാര്യം പോട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. റോസലിന് പ്രായം കൂടി വരികയല്ലേ.